ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ലഞ്ചിൻ്റെ റെസിപ്പീസും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണ്. അപ്പോൾ വെനസ്ഡേ മോർണിംഗിൽ തന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റാണ്. അപ്പോൾ 5 മണിയാകുമ്പോഴത്തെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊന്നും സ്കൂളിൽ പറഞ്ഞയച്ചില്ല. വിൻഡോ ഒന്നും ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല പൊടിക്കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി, എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ എണീറ്റത്. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇന്ന് അപ്പം മുട്ടക്കറിയായിരുന്നു. പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ലഞ്ചിന് ഞാൻ സിമ്പിളായിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ ഇട്ടിട്ടുള്ള മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒന്നും അരക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും പപ്പടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ കറിയാണിത്. അപ്പോൾ ഫിഷിൽക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി നമുക്ക് ചതച്ചെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു നുള്ള് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫിഷിലൊക്കെ മസാല പിടിക്കുന്ന നേരം കൂടി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കറിയൊക്കെ ആവശ്യമാണെങ്കിൽ മാങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മാങ്ങ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മാങ്ങ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തൈര് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ തൈരിലത്തെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് തിളച്ച് പോകുന്നു വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. നല്ല മധുരമുള്ള മാങ്ങ ഒക്കെ ആണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3-4 മിനിറ്റിന് ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ബബിൾസൊക്കെ വന്നു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫിഷിലൊക്കെ നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി 2 സൈഡും മൊരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പപ്പടം കൂടി ഇതിൻ്റെ കൂടെ പൊരിച്ചെടുക്കാം. ചോറ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചോറും കറിയും ഫിഷ് ഫ്രൈയും പപ്പടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മളിത് റെഡിയാക്കി എടുത്തതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്